നമസ്കാരം. ഏകദേശം 6.5 പതിറ്റാണ്ട് നമ്മുടെ ഭാരതത്തെ അടക്കി ഭരിച്ച അതല്ലെങ്കിൽ അടിമത്ത ഭാവത്തോടുകൂടി ഭരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും നാണം കെട്ട നാളുകളിലൂടെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്നത്തെ അവരുടെ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി ആ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര. ഭാരത് ജോഡോ യാത്രയുടെ ലക്ഷ്യം എന്തെന്നറിയാമോ? ഏകദേശം 145 ഡേയ്സ് കൊണ്ട് 145 ദിവസം കഴിയുമ്പോൾ ഈ യാത്ര അവസാനിക്കുമ്പോൾ RSS നിന്നും രാജ്യത്തെ മോചിപ്പിക്കും എന്നാണ് ഇവരുടെ മുദ്രാവാക്യം. ആലോചിച്ച് നോക്കും. മാത്രമല്ല RSS ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കും, നിരോധിക്കും എന്നൊക്കെയാണ് വലിയ വായിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ന് ട്രോളുകാരൊക്കെ പക്ക ഒരു കോമാളിക്ക് താഴെയും പോയി സംസ്കാരം കാണിക്കുന്ന ഒരുത്തൻ എന്ന രീതിയിലേക്ക് മാറിയാം ഈ രാഹുലിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു. ഈ പറയുന്ന ഇവന്റെ മുതുമുത്തച്ഛനായിട്ടുള്ള ഈ ചങ്ങാതി ഉണ്ടല്ലോ, നെഹ്റു എന്ന് പറയുന്ന ഭാരതത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി മിനക്കെട്ടിറങ്ങിയ തന്റെ അധികാര കസേര നിലനിർത്താൻ വേണ്ടി തനിക്ക് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ആവാൻ വേണ്ടി നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി മാറ്റിയ അധികാരക്കൊതിയെ നെഹ്റു വിചാരിച്ചിട്ട് പോലും, ഇവന്റെ മുതുമുത്തച്ഛനായിട്ട് നെഹ്റു വിചാരിച്ചിട്ട് പോലും RSS നിരോധിക്കാനോ RSS മറികടക്കാനോ ആയിട്ടില്ല എന്ന ചരിത്രം പോലും ഈ മണ്ടൻ ഗണ്ഡിക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മണ്ടൻ ഗണ്ഡി എന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇവനും ഇവന്റെ കുടുംബവും നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മാത്രമല്ല ഇവന്റെ ഭാരത് ജോഡോ യാത്രയിൽ ഇവൻ കയറിയിറങ്ങുന്ന, ഇവൻ അന്തിയുറങ്ങുന്നത് ഓരോ ദിവസവും ഏതൊക്കെ സൗകര്യത്തിലാണ്, ഏതൊക്കെ അരമനകളിലാണ്. ഇനി ഈ യാത്രയെ കണ്ടെയ്നർ യാത്ര എന്നാണ് ഇന്നിപ്പോൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് നേതാക്കന്മാരടക്കം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതേപോലെ ഒരു യാത്ര പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനും നടത്തിയെന്നാണ് എന്റെ ഓർമ്മ. കണ്ടെയ്നറുകളിൽ AC സൗകര്യമായിക്കോട്ടെ, ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സിനിമാക്കാരൊക്കെ ഉപയോഗിക്കുന്ന കാരവാനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സകല ആധുനിക സൗകര്യങ്ങളുമുള്ള AC കാരവാൻ വാനുകൾ. ഈ കാരവാൻ വാനിനെ പോലെ തന്നെ ഇത്തരത്തിലുള്ള ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയുള്ള ഒരു കണ്ടെയ്നർ, ഇഷ്ടം പോലെ 100 കണക്കിന് കണ്ടെയ്നറുകളൊക്കെയാണ് ഈ യാത്രയ്ക്ക് പിറകെ ഇങ്ങനെ പോകുന്നത്. എല്ലാ നേതാക്കന്മാർക്കും സുഖശീതളിമയിലുള്ള വിശ്രമവും ഉറക്കവും ഇനി വേറെന്തൊക്കെ ഉടായ്പ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾക്കറിയില്ല. അതാണല്ലോ കോൺഗ്രസ്സുകാരുടെ സരിതാ നായരടക്കമുള്ള കഥ. ആ ചരിത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ വേണുഗോപാൽ ആയിക്കോട്ടെ, അനിൽകുമാർ ആയിക്കോട്ടെ, ഒരുപാട് ആളുകളൊക്കെ വലിച്ചിഴക്കപ്പെട്ട, എന്തിനേറെ ഉമ്മൻചാണ്ടിയെ പോലും വലിച്ചിഴക്കപ്പെട്ട കേസാണല്ലോ സരിതാ നായരുടെ ആ കേസ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഏതൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. അത്തരത്തിൽ രാജ്യത്തെ RSS നിന്നും മോചിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാളിൽ കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഔദ്യോഗിക ട്വിറ്ററിൽ നിന്നും ഒരു ട്വീറ്റ് പുറത്തു വന്നത്. എന്തെന്നായിരുന്നു? RSSന്റെ ആ കാവി നിക്കർ. നമ്മൾക്കറിയാം പഴയ കാലത്തെ RSSകാരുടെ ആ ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ കാവി നിക്കർ കൂടിയായിരുന്നു. ഇന്നിപ്പോ അത് പാന്റായി മാറിയിട്ടുണ്ട്. ആ കാവി നിക്കറിന്റെ തീ കൊളുത്തിയ രീതിയിൽ അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നു 145 ഡേയ്സ് എന്ന് കൊടുത്തിരിക്കുന്നു, മോർ ടു ഗോ എന്നും കൊടുത്തിരിക്കുന്നു. ഈ 145 ദിവസം എന്നുള്ളതിന്റെ തൊട്ടടിയിൽ മോർ ടു ഗോ എന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു 145 ദിവസത്തിനുള്ളിൽ ഈ യാത്ര തീരുമ്പോൾ RSS കത്തിച്ചു തീർക്കുമെന്നൊക്കെ. ഇവൻ അറിയില്ല ഇവന്റെ ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രമോ, ഈ ജവഹർലാൽ നെഹ്റു പോലും ഈ RSS കെട്ടുകെട്ടിക്കാൻ വേണ്ടി നോക്കിയിട്ട് കീഴടങ്ങപ്പെട്ടതും, എത്രത്തോളം ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇവന്റെ മൂത്താപ്പ ഈ RSS ആദരിച്ചിരുന്നു എന്നൊക്കെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കണം. എന്തായാലും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മളും ഒരു യാത്ര നടത്തിയിരുന്നു 1990 സെപ്റ്റംബർ 25. ആ യാത്ര നടത്തിയ ആളുടെ പേരെന്തായിരുന്നു? ലാൽ കൃഷ്ണ അദ്വാനി എന്നായിരുന്നു. അദ്ദേഹം നടത്തിയ യാത്ര തുടങ്ങിയത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്നും അയോധ്യയിലേക്കായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ യാത്ര എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതിന്റെ ഉത്തരമായിരുന്നു ഏകദേശം 5 നൂറ്റാണ്ടോളം നീണ്ട ഒരു തർക്കമന്ദിരം പൊളിഞ്ഞു വീണത്. ഏതായിരുന്നു ആ ദിവസം? 1992 ഡിസംബർ 6 5 നൂറ്റാണ്ട് നമ്മുടെ എല്ലാം ഓരോ സ്വാഭിമാനി ഹൈന്ദവന്റെയും ഹൃദയത്തെ നോവിച്ചുകൊണ്ടിരുന്ന തർക്കമന്ദിരം പൊളിച്ചു മാറ്റപ്പെട്ടത്. അതായിരുന്നു രഥയാത്ര. അതായിരുന്നു LK അദ്വാനിജിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്ര. അതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കാം ഈ മണ്ടൻ, ഈ പൊട്ടനും ഈ യാത്രയുമായി രംഗത്തിറങ്ങിയത്. എന്തായാലും എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു ഇന്നത്തെ ഈ 6.5 പതിറ്റാണ്ട് നമ്മളെ
അടക്കി ഭരിച്ച അടിമത്ത മനോഭാവത്തോടെ ഭരിച്ച കോൺഗ്രസിന്റെ ഇന്നത്തെ നാളുകൾ എന്ന് കാണേണ്ടത് തന്നെയാണ് ഇവരുടെ ഈ ട്വിറ്ററിലൂടെ കൃത്യമായിട്ടും. ഇന്നലെ ഇവർ ട്വീറ്റ് ചെയ്ത ഈ RSSന്റെ കാവിനിക്കറിന് തീ കൊളുത്തിക്കൊണ്ട് അതിനടിയിൽ 145 days more to go എന്നൊക്കെ കൊടുത്തുകൊണ്ട് ക്യാപ്ഷൻ ഒക്കെ കൊടുത്ത് ചെയ്ത ഈ അധപ്പതന ട്വിറ്റർ എന്ന് തന്നെ പറയേണ്ടി വരുന്നു, അധപ്പതന ട്വിറ്റ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. എന്തായാലും നമ്മൾ അന്ന് RSS നടത്തിയ യാത്ര പിന്നീട് എവിടെ എത്തി നിന്നു എന്ന് ചോദിക്കുന്നിടത്താണ് 2014 ശേഷം ഇങ്ങോട്ട് ഭാരതത്തെ മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA ഇന്ന് ഭരിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ആ മണ്ടൻ കരുതിയിട്ടുണ്ടാവും ഇതുപോലെ എന്തെങ്കിലും ഒരു പൊട്ടൻ യാത്ര നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ തനിക്കും ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി എന്നുള്ളിടത്ത് നിന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങോട്ട് മാറിപ്പോവാം എന്നങ്ങോട്ട് കരുതിയിട്ടുണ്ടാവും. ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി എന്ന് പോലും പറയാൻ പറ്റില്ല. എന്താ പറയേണ്ടത്? ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി. ഭായല്ല ഫ. അത്തരത്തിൽ ഈ മണ്ടനെ ഇന്ന് പരിഹസിക്കാൻ വേണ്ടി ലോകത്തുള്ള ഓരോ ആളുകളും ഇവന്റെ പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവനാണോ ഭാരതം ഭരിക്കാൻ ഉതകുന്ന ഒരു പ്രധാനമന്ത്രി എന്ന ചോദ്യം വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും ഇവരുടെ ഈ അധപ്പതന ട്വിറ്റിന് അഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് BJP RSS നേതാക്കന്മാർ തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ BJP ദേശീയ വക്താവ് ഡോക്ടർ സാംബിത്ത് പാത്ര തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഈ വാക്കുകൾ കൂടി ഒന്ന് കേട്ടു നോക്കൂ. This was tweeted by the Congress party today morning for their Bharat Jodo Yatra. The picture that has been shown in this tweet is this. यह तस्वीर भारतीय जनता पार्टी RSS को रिप्रेजेंट करते हुए कांग्रेस पार्टी ने ट्वीट किया है और इसमें आग जलते हुए दिखाया गया है. आगजनी का दृश्य है ये. This is nothing but instigating people for violence. यह और कुछ नहीं है मगर किस प्रकार से लोग वायलेंट हो, किस प्रकार से आगजनी हो, किस प्रकार से हत्याएं हो, उसके लिए लोगों को उकसाने का काम आज गांधी परिवार और गांधी परिवार के कहने पर कांग्रेस पार्टी ने किया है. आप सभी जानते हैं कि ये जो तथाकथित इनकी भारत जोड़ो रैली है यह अभी केरल में है. केरल में किस प्रकार से जो संघ के कार्यकर्ता हैं उनकी कितनी हत्याएं हुई हैं इस विषय में आप जानते हैं. आपको पता है कि किलिंग फील्ड्स ऑफ केरला के नाम से संघ के कार्यकर्ताओं की, भारतीय जनता पार्टी के कार्यकर्ताओं की, एक विचारधारा के, एक विचार परिवार की कार्यकर्ताओं की हत्याएं हुई हैं और होती रही हैं. इस तस्वीर के माध्यम से बहुत ही सोच समझ करके एक षड्यंत्र के अंतर्गत राहुल गांधी और कांग्रेस पार्टी ने एक संदेश भेजा है वहां के आतंकवादियों को कि आप जो संघ के कार्यकर्ता हैं, जो भाजपा के साथ जुड़े हुए हैं, those who are associated with a particular ideology, they should be killed, they should be eliminated, they have no place in the politics of Kerala. This is blatant instigation of violence, Mr. Rahul Gandhi. ये भारत जोड़ो है, ये आग लगाओ यात्रा है. And this is not for the first time that the Congress party has done so. ये पहली बार नहीं है जब राहुल गांधी और कांग्रेस पार्टी ने इस प्रकार का कोई फोटो ट्वीट किया हो या इस प्रकार के विचार को फ्लोट किया हो. याद करिए 2021-22 में जब कैम्ब्रिज यूनिवर्सिटी गए थे राहुल गांधी, तो कैम्ब्रिज यूनिवर्सिटी में भाषण देते हुए राहुल गांधी ने कहा था कि पूरे भारतवर्ष में केरोसिन छिड़का गया है. That kerosene in fact has been sprinkled over the whole of India and all India needs is a matchstick to burn. केवल एक माचिस की तिल्ली की आवश्यकता है, भारत में आग लग जाएगी. ये विदेश में जाके राहुल गांधी ने हिंदुस्तान के जलने के षड्यंत्र के विषय में बात किया था. ठीक उसी प्रकार जब राजस्थान में 2022 मई के महीने में चिंतन शिविर हुआ, यही वो राहुल गांधी थे जिन्होंने अपने भाषण में कहा था कुछ महीने इंतजार करिए, आप देखिएगा पूरे हिंदुस्तान में आग लग जाएगी. ठीक उसी प्रकार 2021 में किसान कानून के संबंध में जब फार्मर्स लॉ का विषय आया था, उस समय भी राहुल गांधी ने भाषण में कहा था कि जब किसान इस विषय में जानेंगे तो पूरे हिंदुस्तान में उन्हें आग लगा देना चाहिए. और तो और अग्निवीर के विषय में भी जब आंदोलन किया था राहुल गांधी और उनकी पार्टी ने,
उस समय भी राहुल गांधी ने कहा था युवकों को चाहिए कि पूरे हिंदुस्तान में आग लगा देनी चाहिए, हिंदुस्तान में आगजनी होनी चाहिए। राहुल गांधी, आग से आपका इतना प्यार क्यों है? और केवल आपका ही नहीं, आपके पूरे परिवार का और कांग्रेस पार्टी का आग से प्यार है। सिखों के 84 के नरसंहार में जिस प्रकार से धू धू करके पंजाब जला था, जिस प्रकार से आग लगा करके आपने सिखों की मौत की थी, उनको मौत के घाट उतारा था, लगभग 5000 सिखों को आपके परिवार और आपके पिता श्री राजीव गांधी के कहने पर मार दिया गया था, आग जला दी गई थी, जिंदा जलाए गए थे लोग, टायर डाल करके उनके गले के ऊपर लोगों की हत्या की गई थी, सिखों की हत्या की गई थी। बाय ट्वीटिंग दिस फोटो, बाय सेंडिंग दिस मैसेज, राहुल गांधी, डू यू वांट वायलेंस इन दिस कंट्री? Do you want people to burn each other? Do you want people to burn the people who follow RSS or BJP's ideology? Is this what the message that you are trying to deliver? Is this what the message the Congress party is trying to deliver through this tweet? राहुल गांधी, ये भारत जोड़ो आंदोलन नहीं है, ये भारत तोड़ो और आग जलाओ आंदोलन है। और आज भारतीय जनता पार्टी बहुत जिम्मेदारी के साथ कहती है, इंडियन कॉन्स्टिट्यूशन और भारत के संविधान में हिंसा के लिए कोई स्थान नहीं है। देयर इज नो प्लेस फॉर एनी वायलेंस इन इंडियाज पॉलिटिक्स। द कांग्रेस पार्टी शुड इमीडिएटली टेक डाउन दिस पिक्चर।